ഓർഡർ 22 റൂൾ 10 പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങളോ ബാധ്യതകളോ മറ്റൊരാൾക്ക് നിയമപരമായി കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ കൈമാറുക, ഇത് ഈ ഒരു പ്രോസസ്സിങ്ങിനാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു അസൈനർ, കൈമാറ്റം നടത്തുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള അവകാശം, ഉദാഹരണം സ്വത്ത്, കരാറ്, അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും ബാധ്യതകൾ, അത് മറ്റൊരാൾക്ക് നിയമപരമായി കൈമാറ്റം ചെയ്യുന്നതിനാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ an assignee or a person who derived the right from the party who made an application. ഞാൻ ആർക്കാണോ തന്റെ അവകാശം അല്ലെങ്കിൽ ബാധ്യത കൈമാറുന്നത് ആ വ്യക്തി, he will be entitled to make an application before the honorable court to making an additional defendant. അദ്ദേഹത്തിന് ആർക്കാണോ തന്റെ ബാധ്യത അവകാശം നമ്മൾ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി he will be entitled to make an application before the honorable court. കോടതിക്ക് മുമ്പാകെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനും അങ്ങനെ and to make and to implead and to make an additional defendant, ഒരു അഡീഷണൽ ഡിഫൻഡന്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയെ സമീപിക്കാൻ പറ്റുമെന്നാണ് റൂൾ 10 പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഇൻ അതർ കേസ് ഓഫ് ആൻ അസൈൻമെന്റ്, അസൈൻമെന്റിന്റെ കേസിൽ ക്രിയേഷൻ ഓർ ഡിവല്യൂഷൻ ഓഫ് എനി ഇൻട്രസ്റ്റ്, ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് എ സ്യൂട്ട്, ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ്. ദ സ്യൂട്ട് മേ ബൈ ലീവ് ഓഫ് ദി കോർട്ട്, ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദി കോർട്ട്, ഇത് കോടതിയുടെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. ഒരാളെ അസൈനി ആയിട്ട്, അസൈൻമെന്റ് വേണോ വേണ്ടയോ, ഒരാൾ അസൈനി ആയിട്ട്, ഒരാൾ അഡീഷണൽ ഡിഫൻഡന്റ് ആയിട്ട്, അഡീഷണൽ പ്രതിയായിട്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യണോ ഇംപ്ലീഡ് ചെയ്യണോ ചെയ്യണ്ടേ എന്നത് ഇറ്റ് ഈസ് റിയലി ദ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദി കോർട്ടാണ്, കോടതിയുടെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. ബി കണ്ടിന്യൂഡ് ബൈ ഓർ അഗെയിൻസ്റ്റ് എ പേഴ്സൺ to or upon whom such interest has come or devolved. ഇവിടെ കോടതിക്ക് എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ സാധാരണ നിലക്ക് കോടതി ആ വിഷയത്തിൽ ലിബറൽ ആയിട്ടാണ് കൈകാര്യം ചെയ്തു പോരാറുള്ളത്. കോടതി ആ വിഷയത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു അപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ അദ്ദേഹത്തെ കോടതി പരിഗണിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വാട്ട് ഈസ് ദ പോയിന്റ് ആൻഡ് ഡിസൈഡിങ് ദ കേസ്, ഈ ഒരു കേസിലെ പോയിന്റ് എന്താണ്, ഡിസൈഡിങ് കേസ് എന്താന്ന് കോടതി അതിന്റെ മെറിറ്റിലൂടെ നോക്കുകയും ദ റിയൽ പേഴ്സൺ ഷുഡ് ബി ഇംപ്ലീഡഡ് എന്നതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അതിൽ ഈ പറയപ്പെട്ട സി എന്ന് പറയുന്ന വ്യക്തി ആരെയാണോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അദ്ദേഹം ഈ കേസിന്റെ റിയൽ പേഴ്സൺ ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഹൂ ഷുഡ് ബി റിയൽ പേഴ്സൺ, ആരാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രതി എന്നതാണ് കോടതി നോക്കുന്നത്. ആൻഡ് ഹൂ ആർ എഫക്റ്റഡ്, ഇതാർക്കാണ് ഇത് ശരിക്കും ഈ കേസ്, ഈ സ്യൂട്ട് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത് എന്നതാണ് സത്യത്തിൽ കോടതി നോക്കുകയും കോടതി അതിനെ ലിബറൽ കാഴ്ചപ്പാടോടുകൂടി ഈ ഇങ്ങനെ അപ്ലിക്കേഷൻ വന്നാൽ അസൈൻമെന്റ് പ്രകാരം അദ്ദേഹം അസൈനിയായിട്ട് അഡീഷണൽ ഡിഫൻഡന്റ് ആയിട്ട് കോടതിക്ക് അങ്ങനെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെന്നാണ്, ഇംപ്ലീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് റൂൾ 10 പറയുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഐ ആം എ പ്ലെയിൻറ്റിഫ്, യു ആർ ദ ഡിഫൻഡന്റ്. ഞാനൊരു കേസ്, ഒരു അന്യായം ഫയൽ ചെയ്തു, അതിൽ ഞാൻ അന്യായക്കാരനാണ്, നിങ്ങൾ പ്രതിയാണ്. കേസ് ഇൻ ദ റെസ്പെക്ട് ഓഫ് എ പ്രോപ്പർട്ടി ഓർ റിയലൈസേഷൻ ഓഫ് ദി മണി സ്യൂട്ട് ഓർ റിക്കവറി ഓഫ് പേഴ്സൺ ആൻഡ് എനിത്തിങ് മേ ബി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് ദി സ്യൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ യു മേക്ക് ആൻ അസൈൻമെന്റ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു അസൈൻമെന്റ് കൊണ്ടുവരുന്നു ഇൻ ഫേവർ ഓഫ് ദി അസൈനർ. ഒരു അസൈനർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, അസൈൻമെന്റ് നടത്തുന്നു. ഇഫ് ഹി മേക്ക് ആൻ അപ്ലിക്കേഷൻ ബിഫോർ എ കോർട്ട് യു മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ്. അദ്ദേഹം അങ്ങനെ ഒരാൾ അസൈൻമെന്റുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതിയാകുമ്പോൾ ഒരു ബാധ്യത മറ്റൊരാൾ ഏറ്റെടുക്കാൻ വരില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് യു മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഔട്ട്കം ഓഫ് ദി ലിറ്റിഗേഷൻ. ഈ ലിറ്റിഗേഷന്റെ ഔട്ട്കമ്മിൽ എന്താ വരാൻ പോകുന്നത്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ സ്യൂട്ടിൽ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് കോർട്ട് മേ ലിബറലി കൺസിഡർ ടു മേക്ക് ആൻ അഡീഷണൽ പ്ലെയിൻറ്റിഫ് ഓർ ഡിഫൻഡന്റ്. പ്ലെയിൻറ്റിഫ് ആയിട്ടോ അല്ലെങ്കിൽ ഡിഫൻഡന്റ് ആയിട്ടോ കോടതി എന്ത് ചെയ്യും, അഡീഷണൽ ഡിഫൻഡന്റ് ആയിട്ടോ അഡീഷണൽ പ്ലെയിൻറ്റിഫ് ആയിട്ടോ ഇതിലേക്ക് ഇംപ്ലീഡ് ചെയ്യുന്ന വിഷയത്തിൽ കോടതി അതിനെ വളരെയധികം ലിബറൽ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നോക്കുന്നത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇതിൽ ഇംപ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി ഇതിന്റെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിംഗ് ബൈ ലീവ് ഓഫ് ദി കോർട്ട്. കോടതിയുടെ പരമാധികാരത്തോടു കൂടി ഇനി വരുന്ന തുടർ നടപടികളിൽ, തുടർ പ്രൊസീജിയറുകളിൽ അദ്ദേഹത്തിന് അതിൽ കക്ഷി ചേരുകയും പങ്കുചേരുകയും ചെയ്യാൻ പറ്റുമെന്നാണ് ഓർഡർ 22 റൂൾ 10 വളരെ കൃത്യമായി പറയുന്നത്.
ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ നമ്മുടെ മാർക്കറ്റുകളിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഏറ്റവും ആപ്റ്റായ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഐ ആം എ പ്ലെയിന്റിഫ്, യു ആർ ദ ഡിഫൻഡന്റ്. ഐ ഫയൽഡ് എ സ്യൂട്ട് അഗൈൻസ്റ്റ് യു. ഞാൻ നിങ്ങൾക്കെതിരെ ഒരു അന്യായം ഫയൽ ചെയ്തിരിക്കുന്നു, ഞാൻ പരാതിക്കാരനാണ്, നിങ്ങൾ പ്രതിയാണ്. ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഇൻ റെസ്പെക്ട് ഓഫ് എ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഇങ്ങനെ കേസ് ഫയൽ ചെയ്തപ്പോഴാണ്, ഈവൻ ബിഫോർ ദി ഫയലിംഗ് ദ ഞാൻ സ്യൂട്ട് ഫയൽ ചെയ്തതിന് മുമ്പ് തന്നെ എന്തായിട്ടുണ്ട്, യു ഓൾറെഡി ട്രാൻസ്ഫേർഡ് യുവർ പ്രോപ്പർട്ടി ടു സി. നിങ്ങൾ മറ്റൊരു ഹു ഇസ് ദ സ്ട്രേഞ്ചർ, ഒരു സ്ട്രേഞ്ചർ ആയ മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ എന്തായിട്ടുണ്ട്, നിങ്ങളെ പ്രോപ്പർട്ടി നിങ്ങൾ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുണ്ട്. അദ്ദേഹം ഹു ഇസ് നോട്ട് എ പാർട്ടി ഇൻ ദ സ്യൂട്ട്, അദ്ദേഹം ഈ പാർട്ടിയിലെ ഈ സ്യൂട്ടിലെ കക്ഷിയായിട്ടല്ല താനും, ഹീസ് എ സ്ട്രേഞ്ചർ. അപ്പൊ ഞാൻ ഓൾറെഡി സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങൾ ഫയൽ എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ അതിനെ പത്രിക സമർപ്പിക്കാൻ മതി. സ്വാഭാവികമായിട്ട് നിങ്ങൾ പത്രിക സമർപ്പിക്കും. ഈ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്, യു ഓൾറെഡി ട്രാൻസ്ഫേർഡ് ദ പ്രോപ്പർട്ടി ടു സി ഹു ഇസ് ദ സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർ ആയ ഒരു വ്യക്തിക്ക്, അപരിചിതനായ, ഞാനുമായി പരിചയമില്ലാത്തൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ എന്തായിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നത് പിന്നീട് എനിക്ക് ബോധ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ അതിൽ തൽപരനായിരിക്കില്ല. കാരണം എന്താ, ഓൺലി 1 year ബാക്ക് ആയിട്ട്, ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഏത് വിഷയത്തിലാണ് സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്, നിങ്ങളെ പ്രോപ്പർട്ടി നിങ്ങൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ സി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ റിയൽ പേഴ്സൺ. സി എന്ന വ്യക്തിയെ നിർബന്ധമായിട്ടും ഈ കേസിലേക്ക് ഇംപ്ലീഡ് ചെയ്യൽ നിർബന്ധമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, സീനെ ഇംപ്ലീഡ് ചെയ്യണമെന്ന് പറയുകയും സീനെ ഈ കേസിലേക്ക് കക്ഷി ചേർത്ത് കൊണ്ടുവരികയും ചെയ്യാൻ പറ്റുമെന്നാണ് ഓർഡർ 10 വളരെ കൃത്യമായിട്ട് പറയുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.